നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനിയായിട്ട് വിശ്രമത്തിലായതുകൊണ്ടും പരിപാടി നടത്തിയില്ല. ആദ്യമായിട്ട് അതിൽ ക്ഷമ ചോദിക്കുന്നു, വേദം പേടും. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. മലയാള കൊല്ലവർഷം 13-ാം നൂറ്റാണ്ട് തുടങ്ങുകയാണ്. കൊല്ലവർഷത്തിൻ്റെ ബേസ് സോളാർ സിസ്റ്റത്തിൽ നിന്നുണ്ട്, ലൂണർ സിസ്റ്റത്തിൽ ഉണ്ട്. എന്നാൽ നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് സോളാർ സിസ്റ്റം മാത്രമാണ്, സൂര്യൻ മാത്രം ആസ്പദമാക്കുക. അതായത് ഹിജറ കലണ്ടറിൽ അത് ലൂണാർ സിസ്റ്റമാണ്. അതാണ് ദിവസങ്ങൾ മാറി മാറി വരുന്നത്. എന്തുവാകട്ടെ, അതൊക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ചെറിയവനാണെന്ന് ആദ്യമേ പറയാണ്, പക്ഷേ ലോകത്താരും ഇതേവരെ ചിന്തിക്ക് ശേഷമുള്ള സംസാരം വരുന്നത് ചിന്തിക്കാത്തൊരു കാര്യമാണ്. പിന്നെ സംസാരം വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അതൊരു പൊങ്ങച്ചമായി തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ ക്ഷമാപൂർവ്വം കേട്ടതിന് ശേഷം തീരുമാനിച്ചു. അത് മറ്റൊന്നുമല്ല, ചൈന കണ്ടുപിടിച്ച പെർഫെക്റ്റ് മനുഷ്യ സ്ത്രീ, അത് പേരുന്നത് ഹൂറികൾ എന്നാണ്. സ്വർഗത്തിൽ പോകുന്ന ഹൂറികളെ കുറിച്ച് ഖുർആൻ പറയാറുണ്ട്. അതുപോലെ ഹൂറികൾ എന്നാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ, കടലാണോ സെക്സാണോ ആഴത്തിലും പരപ്പിലും ഉള്ളത്? വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ലോകത്ത് ആരും തന്നെ ഇങ്ങനെ ഒരു വിഷയം ഇതുപോലെ ചിന്തിച്ചായിട്ട് എഴുതിയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഏത് സെക്സാണോ ആ കടലാണോ ആഴവും പരപ്പും അറിയുന്നത്? അത് കടലില്ല എന്ന് വിചാരിച്ച് ലോകത്ത് ജനങ്ങൾ സൃഷ്ടിക്കാതിരിക്കില്ല. മറിച്ച് സെക്സ് ഇല്ലെങ്കിൽ ലോകത്ത് മനുഷ്യ സൃഷ്ടി ഉണ്ടാവില്ല. അത്ര ആഴവും പരപ്പുമുള്ള ഒരു സബ്ജക്റ്റാണ് സെക്സ് അല്ലെങ്കിൽ സെക്സോളജി. നമ്മൾ കാണുന്ന ഭാര്യ ഭർത്താവ് സ്ത്രീ പുരുഷ ബന്ധം, ഓക്കെ, അതിനേക്കാൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വലുതാണ്, ഭയാനകമാണ്, ഭയങ്കര അത്ഭുതകരമാണ്, ആർക്കും പിടികിട്ടാത്തതാണ്. ഈ ചൈന ഇത് കണ്ടുപിടിച്ചത് മാത്രമല്ല, കുറേ നാളെ അവർ ഈ മനുഷ്യരൂപം ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് കുറേ വർഷമായത്. ഇപ്പോൾ ജപ്പാനെ പോലെ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ വരുമാനം പോൺ ഫിലിമാണല്ലോ. സ്ത്രീ പുരുഷ സെക്സിനെ കുറിച്ചുള്ള ഫിലിം വിറ്റാണല്ലോ ഇത്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ആ ഹൂറികൾക്ക് 2 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഒരു വില ഇട്ടിരിക്കുന്നത്. 2 ലക്ഷം ഇന്ത്യൻ രൂപ കേവലം ഒറ്റ പ്രാവശ്യം മാത്രം വേശ്യാലയത്തിൽ പോയി 50,000 2 ലക്ഷം 3 ലക്ഷം കൊടുക്കുന്ന ആൾക്കാർക്ക് 2 ലക്ഷം രൂപ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കിട്ടുമ്പോൾ അവർ മുടക്കും. അവർ ഏറ്റവും കൂടുതൽ ഇത് ആവശ്യം വരുന്നത് ഇന്ത്യയാണ്. അത് 2 കാര്യമാണ്. ഒന്ന്, പോണ്ട് സിനിമ കാണുന്നതിൽ എണ്ണം കൂടുതൽ ഇന്ത്യയാണ്. അത് ഇന്ത്യയിലാണ്. കാരണം ജനസംഖ്യ വെച്ച് നോക്കുന്നത് സ്വാഭാവികമാണല്ലോ. നിങ്ങൾ ആലോചിക്കണം, യൂറോപ്യൻ കൺട്രി എല്ലാം ചേർന്നാൽ പോലും ഇന്ത്യൻ ജനസംഖ്യയിൽ 3-1 വരില്ല. ഇന്ത്യൻ ജനസംഖ്യ 150 കോടി എന്ന് വിചാരിക്കുക, 140 അതിന് 3-1 50 കോടിയാണ്. ഈ 50 കോടി ഇല്ലെന്നേ. ഇറ്റലിയും ഫ്രാൻസും ജപ്പാനും മറ്റും ഒക്കെ ചേർത്താലും 50 കോടി ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യകളിൽ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും ചെലവ് കൂടുതൽ. അങ്ങനെ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇപ്പം തന്നെ കോഴിക്കോട് നിന്ന് ഇതുപോലെ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട്, അജയണ്ണ പുള്ളിയുടെ രൂപം കണ്ടിട്ട് ഒരുപടി ചെറുപ്പക്കാരും പ്രായമുള്ളവരെല്ലാം വളരെ ഒരു മോശമെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ ഇത് മോശമല്ല എങ്കിലും ഒരുപടി പ്രതീക്ഷിക്കാത്ത രീതി. പുള്ളിക്കാണെങ്കിൽ പുരുഷന്മാരെ ഇഷ്ടമാണ്, പക്ഷെ പുരുഷന്മാർ കൊടുക്കുന്നോ അല്ലെങ്കിൽ തൊടുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ഇടപെടുന്നോ ഇഷ്ടമുള്ള ആളല്ല. അതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കും. ആലപ്പുഴ പോകാം, പിന്നെ ബോട്ടിൽ പോകാന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു കാലമാണ്. ആണുങ്ങൾ ഉപയോഗിക്കുന്നൊരു കാലം
പണ്ട് ലൂത്ത് നബിയുടെ കാലത്ത് അങ്ങനെ വർദ്ധിച്ച് ജനസംഖ്യ കുറഞ്ഞ് സ്ത്രീകൾ കഷ്ടപ്പെട്ടപ്പോൾ ദൈവവും അള്ളാഹുവിൻ്റെ ശാപമുണ്ടായി അവരെല്ലാം പാറയാക്കി കളഞ്ഞായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതിൻ്റെ രൂപമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്ന് അതിൻ്റെ അത്ര കണ്ട അവസ്ഥയാണ്. ഇത് വന്നത് എവിടെ നിന്നാണ്? യൂറോപ്യൻ സംസ്കാരമാണ്. ഈ യൂറോപ്യൻ സംസ്കാരത്തിലാണ് ഈ സെൽഫ് ഇതില്ലേ, സ്വവർഗരീതി കൂടുതലുള്ളത്. പണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾ തമ്മിൽ പെണ്ണുങ്ങൾ തമ്മിൽ. ഇങ്ങനെ വരുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ഒരു കാലത്ത് ഒരു പരിഷ്കാരം വന്ന് ഇപ്പം മാറി തന്നെ. ഈ ആണുങ്ങൾ പാൻറ് ചന്തി വരെ ഇറക്കി കൊടുക്കുക, കുനിയുമ്പോൾ ചന്തിയുടെ ഹോളൊക്കെ കാണുന്ന രീതിയിലാണ്. അതെന്താ വെച്ചാൽ പണ്ട് ഈ സായിപ്പന്മാരുടെ ഇടയിൽ തൊഴിലാളി ജയിൽവാസികൾ അവർക്ക് പെട്ടെന്ന് സെക്സ് നടത്തി പോകാൻ വേണ്ടി കാവൽക്കാരൻ പിന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ലൂസായിരിക്കും. അപ്പോൾ ഒരു നിമിഷം ഒരു 5 പൊക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഒരു വൃത്തിയായിട്ട സംസ്കാരം. ആ സംസ്കാരമാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അത്ര മോശമായ ഒരു സംസ്കാരമാണ് സ്വവർഗരീതി എന്നുള്ളത്. എന്താണോ സെക്സ് കൊണ്ട് ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഉദ്ദേശിക്കുന്നത് അതിന് ഘടകവിരുദ്ധമാണത്. നിങ്ങൾ ഒരാൾ ഒരു സ്വയംഭോഗം ചെയ്യുന്നു, അതുപോലെ അല്ല അത് സ്വാഭാവികം. ഇപ്പോൾ ഏത് പുണ്യമുള്ളതാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് ഓക്കെ. അത് ഈ പരസ്പരമുള്ള ബന്ധപ്പെടുന്നത് അത് ആപത്താണ്, അപകടമാണ്, രോഗമാണ്. ഇപ്പോൾ എയ്ഡ്സ് കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ചൈന ഉണ്ടാക്കി ഈ സാധനം ഇന്ത്യയിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന ഭയങ്കര ശത്രുത എന്നൊക്കെ പറയെങ്കിലും ചൈനയുടെ എത്ര കോടിയുടെ സാധനമാണ് ഈ മോഡി ഗവൺമെൻറ് കാലത്ത് പോലും ഇന്ത്യയിൽ വിറ്റുപോകുന്നത്. അതിനൊരു തടസ്സമില്ല. അങ്ങനെ ബിസിനസ് കാര്യത്തിൽ ഈ പറഞ്ഞ മോഡി ഗവൺമെൻറ് ചൈന ഗവൺമെൻറ് ഒരു തടസ്സമില്ല, പണത്തിന് തടസ്സമില്ല. അങ്ങനെ വിറ്റുപോയാൽ ഒരാൾ വാങ്ങിച്ച്, 2 ആൾ വാങ്ങിച്ച്, 10 ആൾ വാങ്ങിച്ച്, അങ്ങനെ വാങ്ങിച്ചത് പ്രചാരത്തിൽ വരും. അത് ഓട്ടോമാറ്റിക് വരും. കാരണം ഈ മൊബൈൽ ഫോണിൻ്റെ വിൽപ്പന വാച്ചിനേക്കാൾക്ക് എത്രയോ ഇരട്ടി കൂടി കഴിഞ്ഞ 40-50 വർഷം മുതൽ 80 മുതൽ 2023-24 എന്ന് പറയുമ്പോൾ 40 50 വർഷം കൂട്ടിക്കോ. 50 വർഷം കൊണ്ട് ലോകത്ത്, ഇന്ത്യയിൽ, കേരളത്തിൽ ടെലിഫോണേക്കാൾ എത്രയോ ഇരട്ടി, ലാൻഡ് ഫോണിനേക്കാൾ എത്രയോ ഇരട്ടി, അല്ലെങ്കിൽ വാച്ചിനേക്കാൾ എത്രയോ ഇരട്ടി വിറ്റഴിച്ചു പോയി. അത്ര പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ വിറ്റ് പോയാൽ ഇപ്പോൾ തന്നെ സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല. സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കുന്നു. തന്നെയുമല്ല, അഥവാ വിവാഹം കഴിച്ചതെല്ലാം 30-35 വയസ്സ് കഴിയുമ്പോൾ, ആണുങ്ങളിൽ 40 വയസ്സ്, എന്നിട്ട് ഒരു കുട്ടി ജനിച്ച് അത് കഴിഞ്ഞ് പാത്രം കഴുകി വയ്ക്കും. അതാണ് ജീവിത രീതി. അങ്ങനെ കഴിച്ചാൽ ഒരു കുട്ടിയും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം വളരെ വസ്തുതയാണ്. അപ്പോൾ അതുപോലെ മറ്റ് സമുദായങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചൈന ഒരു പക്ഷേ ഇന്ത്യയിലെ ജനസംഖ്യയെ കുറക്കാൻ വേണ്ടിയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് തെറ്റില്ലേ. കാരണം ഇത് ലോകത്താരും ചിന്തിച്ചു കാണും. പക്ഷെ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് ബിസിനസ്സാണ്. അവർക്ക് എന്ത് ചെയ്താലും ബിസിനസ്. അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, ഒരു സോഷ്യലിസ്റ്റ് രാജ്യമല്ല, പക്ക ബിസിനസ്സാണ്. തനി സാമ്രാജ്യത്തെക്കാൾ ബിസിനസ് മൈൻഡാണ്. വേറെ ഒരു ചിന്ത അവിടെയില്ല, ഒരു ഇതുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോ ഇതിനെക്കുറിച്ച് എത്ര മനസ്സിലാക്കുന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അതാണ് സെക്സോളജി ആണ് കടലിനേക്കാൾ ആഴവും പരപ്പുള്ളതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നത് ചിന്തിച്ചിട്ടുണ്ട്? അറിയാം കടൽ എത്ര വിശാലമാണ്. സെക്സ് എന്താണ് ഒരു ഇതല്ലേ. പക്ഷെ അത് മനഃശാസ്ത്രമായി, ഫിലോസഫിക്കലി, ശാസ്ത്രീയമായി വിലയിരുത്തിയാൽ അതാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കടലിനേക്കാൾ. ഈ കാര്യം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ഒരു വലിയ വിപത്ത് ഇന്ത്യ മഹാരാജ്യവും തദ്വാര അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ലോകവും നേരിടാൻ പോകണം. അങ്ങനെ വരുമ്പോൾ ജനസംഖ്യ ഇല്ലാതെ വരും. ജനസംഖ്യ ഇല്ലാതെ വന്നാലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ലോകം അവസാനിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം. അത് വലിയ വസ്തുതയായിട്ട് ഇരിക്കുകയാണ്. അതിന് നമ്മൾ ബോധവൽക്കരണം ചെയ്തു. ഇപ്പോൾ ജനസംഖ്യ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ഇന്ത്യയിൽ
ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കോടി ഡോളർ മുടക്കിയിട്ട് പണ്ടൊക്കെ ഇവിടെ പിന്നെ ജനസംഖ്യ നീണ്ടിട്ടുണ്ടെങ്കിൽ 100 ആനയൊക്കെ കൊടുത്ത് ഇവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. അവിടെ ഒരുപടി ആനുകൂല്യങ്ങളും അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യ ക്രമാതീത വളർന്നു കഴിഞ്ഞാൽ അവരുടെ കസേരക്ക് കേൾക്കുന്നതായിട്ട് അറിയാം. അവിടെ ജനസംഖ്യ കുറയ്ക്കേണ്ട ബാധ്യത അവർക്കും ആവശ്യമാണ്. അപ്പോൾ ഈ നിലക്ക് അതിന് പണം അവരിങ്ങോട്ട് മുടക്കണം. ഇത് ചൈനയുടെ ബുദ്ധി അറിയോ? അവർ ഇതിനുവേണ്ടി പണം മുടക്കുന്നതിൽ മാത്രമല്ല, നമ്മളിൽ നല്ലൊരു സംഖ്യ അവർ വാങ്ങിക്കുകയും ചെയ്യും, വിൽക്കുകയാണ്. ഈ സെക്സോളജിയെ കുറിച്ച് പറയുമ്പോഴേ ഏതാണ്ട് 10 വർഷം മുൻപ് 12 വർഷം മുൻപ് അമേരിക്കയിൽ ഒരു പരീക്ഷ നടത്തി. കാരണം ഒരു 1000-ഓളം സ്ത്രീ പുരുഷന്മാരെ വെവ്വേറെ താമസിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്ത് സ്വന്തമാക്കി വിട്ടപ്പോഴ് ഭക്ഷണം വെച്ച് ഒരു വശത്ത് സ്ത്രീ പുരുഷന്മാരെ വെച്ച്. അപ്പോൾ അവരധികം പേരും പോയത് സ്ത്രീകളുടെ അടുത്തേക്കാൾ സെക്സിലേക്ക് വേണ്ടിയാണ്. ഭക്ഷണത്തിൽ പോയത് വളരെ കുറച്ച് പേരുള്ളൂ. ഇതാണ് ആ സെക്സിൻ്റെ വ്യത്യാസം. അപ്പോൾ ഭക്ഷണത്തെക്കാൾ ഉപരി മനുഷ്യന് സെക്സിനോട് താല്പര്യം. അതിന് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണത്. എന്താണോ, ദൈവം സെക്സിന് ഒരു അനുഭൂതി സ്ത്രീ പുരുഷന്മാർക്ക് കൊടുത്തത് ആസ്വദിക്കാനല്ല, അത് തലമുറ നിലനിർത്താൻ വേണ്ടിയാണ്, വംശം നിലനിർത്താൻ വേണ്ടിയാണ്. എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം? എന്താണ് വിവാഹത്തിൻ്റെ ഉദ്ദേശം? തലമുറ നിലനിർത്താൻ വേണ്ടിയാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത തലമുറ നിലനിർത്തേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. അതിനൊരു ഉപാധിയാണ് ഈ സെക്സ് ദൈവം കൽപ്പിച്ചത്. ആ സെക്സ് ഇത്രയും കണ്ട് താല്പര്യം മനുഷ്യനും സ്ത്രീക്കും പുരുഷനും കൊടുത്തില്ലെങ്കിൽ, ഇത്രയും നികൃഷ്ടമായില്ലെങ്കിൽ നിഷ്കൃഷ്ടമായൊരു പ്രവൃത്തിയാണ് ഒരു ദിവസം ചിന്തിക്കുമ്പോൾ. എന്നാൽ അത് ഇത്രയും മഹത്വം വരാൻ കാരണം ദൈവം അതിന് എന്ത് ഇട്ട് കൊടുത്തു? ആസ്വാദനം ഇട്ട് കൊടുത്തു. അതാണ് അത് വെറുപ്പില്ലാതെ പോകുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ അതിന് ഒറ്റ ലക്ഷ്യം വംശം നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് പലരും അത് സെക്സ് ഉപയോഗിക്കുന്നത് ആസ്വാദനം വേണ്ടി മാത്രമാണ്. ആ കൂട്ടത്തിൽ ഇപ്പോൾ എത്തു കളിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ദൈവം എന്താണെന്ന് വെച്ചാൽ അതിന് എതിരെ നിർത്തിക്കൊണ്ട് തലമുറ വളരെ അപകടത്തിലേക്കും ആഴത്തിലേക്കും അപകടത്തിലേക്ക് പോവുകയാണ്. ഇത് ലോകം എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ, മറ്റ് ലെബനൻ പോലുള്ള യുദ്ധങ്ങൾ നടക്കുക. റഷ്യയും ഉക്രൈനും അവിടെ. ഇവർക്കെല്ലാം ലക്ഷ്യങ്ങൾ കൊല്ലാൻ സാധിക്കും. ഈ നികൃഷ്ട രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം, രാജ്യതന്ത്രജ്ഞന്മാർക്കെല്ലാം, വൃദ്ധന്മാരായ 90 വയസ്സോട് അടുത്ത ഈ ലോക വൃദ്ധ നേതാക്കൾക്കെല്ലാം മനുഷ്യരെ കൊല്ലുന്ന കാര്യത്തിൽ കഴിവുണ്ട് അവർക്ക്. പക്ഷേ ഈ വിഡ്ഢികളെന്ന് ഞാൻ പറഞ്ഞത്, തെണ്ടി എന്ന് പറയാൻ വിഡ്ഢികൾക്ക് ഒരു ഉറുമ്പിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഈ വൃദ്ധ വിഡ്ഢി കോമരങ്ങൾക്ക്, നമ്മൾ വളരെ പരുഷമായിട്ടാണ്, വിഡ്ഢി കോമരങ്ങൾക്ക് എന്താണ് താല്പര്യം? ലോകം ഇന്ന് അപകടത്തിലാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനെ നശീകരണ വാസികളിൽ പ്രവർത്തിക്കുന്ന ഈ ലോക ബുദ്ധി രാക്ഷസന്മാർ എന്ന് പറയുന്ന ലോക നേതാക്കളെ, മണ്ട ശിരോമണികളെ, ഇപ്പം ഇസ്രായേൽ നശിപ്പിക്കാൻ നടക്കുന്ന ഇറാൻ നശിപ്പിക്കുന്ന ഇസ്രായേലും അമേരിക്കയും കൂടെ കളിയിൽ ഈ നീട്ട ബുദ്ധിജീവികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ കേരളത്തിൽ സംഭവമുണ്ട്, മുല്ലപ്പെരിയാറാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രകൃതി ദുരന്ത മേഖല എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ട് മാസങ്ങളായി. ആ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ഇവിടെ കേരളവും തമിഴ്നാടും കേന്ദ്രവും കൂടി പാമ്പും കോണിയും കളിച്ച് പോവുള്ളൂ. ഒരു തീരുമാനവും ഇല്ല. അവർക്കൊന്നും അതിൻ്റെ ലക്ഷ്യമില്ല, അറിയില്ല. അല്ലെങ്കിൽ പിണറായി സഖാവും പിന്നെ സ്റ്റാലിൻ സഖാവും ഒരേ രീതിയിൽ നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അവരെ ഇരുന്ന് ചിന്തിച്ചാൽ, ഒരു കേസിൽ 2 കക്ഷി വാദിയും പ്രതിയും യോജിച്ചാൽ പിന്നെ മധ്യസ്ഥൻ എന്താ പ്രശ്നം? പക്ഷെ ആ മധ്യസ്ഥന്മാരെ നോക്കിയിരിക്കുകയാണ്, കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ഈ കഴിവുട്ടികൾ. ഈ പിണറായിയും സ്റ്റാലിനും കൂടി ഒരു കസേരയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് വെള്ളം തരാൻ ഞങ്ങൾ തയ്യാറാണ്,
ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം. അത് എന്താണ് പോംവഴി? അത് നമ്മൾ രണ്ടു കൂട്ടും ചേർന്നുള്ള ഒരു ലോക വിദഗ്ധ സമിതിയെ കൂടെ അന്വേഷിപ്പിക്കുക. എന്നിട്ട് സുരക്ഷ വേണം അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പരിഹാരം കാണാൻ പറ്റും നോക്കുക. അത് നടക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത്രയും മർക്കടം മുഷ്ടി പിടിച്ച് കാണിക്കുന്ന അമേരിക്കയോ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇറാനോ ഒരു പോംവഴി പറഞ്ഞു തരാമോ? വിഡ്ഢി കോമരങ്ങളെ, നിങ്ങൾ ലോകത്ത് അറിഞ്ഞല്ലോ വല്ല പ്രിയ. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെ ലോകം മുഴുവൻ അറിഞ്ഞു. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞു വർഷങ്ങളായിട്ട്. 100 വർഷം, 138 വർഷമുണ്ട്. അതുപോട്ടെ 100 വർഷം ഇപ്പോൾ ഇതിന് അപകടാവസ്ഥ മുന്നോട്ട്. ഈ 100 വർഷത്തിനുള്ളിൽ കേരള ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്, എ ഓർ ബി, എല്ലാ ഗവൺമെൻറ്റും, കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ തമിഴ്നാട് ഗവൺമെൻറ്റോ ഇതിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ പറ്റുന്നുണ്ടോ? കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകരാഷ്ട്ര നേതാക്കളും മണ്ട ശിരോമണി പറയാൻ കാരണം അതിന് മറ്റുദാഹരണമാണ് ഇവിടെ കേരളത്തിലെ നേതാക്കൾ, ഇടത് വലത് മുന്നണി നേതാക്കൾ. അവരെന്താ ചെയ്ത്? 1970 990 വർഷത്തേക്ക് ഒരു എഗ്രിമെൻ്റ് ചെയ്യാൻ എന്ത് ന്യായം, എന്ത് നിയമം അവർക്കുണ്ടായത്? അവർ വാസ്തവന്റെ ഈ അച്യുത മേനോൻ ഉൾപ്പെടെ, അച്യുതന് പുണ്യവാളി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബഹുമാനിച്ചേർന്ന ചേലാട്ട് അച്യുത മേനോനെ ധീരതയോടെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. ആ ധീരനെന്ന് പറഞ്ഞ അച്യുത മേനോൻ ഉൾപ്പെടെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നാണ്, മുഖ്യമന്ത്രിയായ കർണാടക ഉൾപ്പെടെ നിങ്ങൾ ഈ മലയാളി സമൂഹത്തെ ഇന്ത്യയിലെ ദക്ഷിണ ഇന്ത്യയിലെ കേരളത്തിലെ മധ്യ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് പന്താടുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത നിഷ്ഠൂര ജീവികളെ, ആ രാജാവ് അന്ന് ഒപ്പിട്ടപ്പോൾ രാജാവ് ഹൃദയം പൊട്ടിയാണ് ഒപ്പിട്ട് കൊടുത്തത്. അത്ര സ്നേഹം വെറും കേവലം രാജാവിന് മലയാളി ജനങ്ങളോടുണ്ടായതെങ്കിൽ ഈ ജനകീയ നേതാക്കളെ കരുണാകരനും അച്യുത മേനോനും ഉൾപ്പെടെ എല്ലാ വെട്ടിക്കോമരങ്ങളും നിങ്ങൾ ഈ മലയാളി ലക്ഷക്കണക്കിന് മലയാളികളുടെ ഉറക്കം കെടുത്താനുള്ള കാര്യം കൂട്ടുന്ന വിട്ടികളെ അതുപോലെ ഇപ്പോഴും കൂട്ടുകല്ലേ പിണറായി സഖാവിൻ്റെ അന്നത്തെ റോഷി അഗസ്റ്റിൻ മന്ത്രി വന്ന് ഡാം വേണമെന്ന്. ഡാമാണോ പ്രായോഗികമെന്ന് വിദഗ്ധർ പറയണ്ടേ? ഡാം പ്രായോഗികമല്ലെന്ന് ബിഷപ്പ് കെ എം റോയി ഇതേപോലെയുള്ള ആളൊക്കെ പറയുന്നത് പ്രായോഗികമല്ല. അത് അവർ പറഞ്ഞ പോയിന്റ്, ഇവനൊരു ഡാം പണിതു, ഒരു 600-700 മീറ്റർ ഡാം പണിതു, 10-100 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ വിഷയം വരും. അപ്പം പിന്നെ ഒരെണ്ണം കൂടി പണിയാൻ പറ്റുമോ? പക്ഷെ സ്ഥലമുണ്ട് അവിടെ, അങ്ങനെ പണിതേ പറ്റുമോ? അപ്പോഴും ആ തലമുറ, നമ്മൾ തലമുറക്ക് വേണ്ടി ജീവിക്കണ്ടേ? നമുക്ക് വേണ്ടി ജീവിച്ചാൽ മതിയോ? ഈ കള്ള രാഷ്ട്രീയ നേതാക്കൾ അവന് വേണ്ടി ഇന്നത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ ഈ ഭരണകക്ഷികളുണ്ടോ? ഇന്ന് റോഷി അഗസ്റ്റിൻ്റെ വലിയ വാക്കുണ്ട്, നമ്മൾ പുതിയ ഡാം വേണം, അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ പിണറായി സഖാവ് പറഞ്ഞു പുതിയ ഡാം വേണം. എടോ അഗസ്റ്റിനെ, ഞാനൊക്കെ പേറിയാണ്, സമ്മതിച്ചു, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്. ഡാം വേണോ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയല്ലേ, വിദഗ്ധ കമ്മിറ്റിയില്ലേ? ഇന്ത്യയിലെ വിദഗ്ധന്മാർ ആരാ ഉള്ളത്? ഡാമിനെ കുറിച്ച് അറിയാൻ വിദഗ്ധമായി ഇല്ലാത്തതോളം നമ്മൾ കായഡെ കൊണ്ടൊക്കെ വെച്ച് എഞ്ചിനീയർ കനേഡിയൻ എഞ്ചിനീയർക്ക് വളർന്നതൊക്കെ ഇടുക്കി തന്നെ അപകടമാണ്, കേരളത്തിൽ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്ത് ഒന്ന് ചിന്തിക്കാതെ അന്വേഷിക്കാതെ ഡാം എന്ന് പറയാണ്, അത് പ്രായോഗികമല്ല. ഇതൊക്കെ പോട്ടെ, ഞാനതൊന്നുമല്ല പറയുന്നത്. ഈ ശക്തികൾക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും മാർഗം നിർദ്ദേശിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഉപാധിയുണ്ട്, അതാ നല്ലതെന്ന് പറയാൻ ഈ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക, ഇസ്രായേൽ കൂടെ നെറികെട്ടവർക്കോ ഒരു അഭിപ്രായം പറയണ്ടോ? അപ്പോൾ ആൾക്കാരെ കൊല്ലാൻ ഈ നികൃഷ്ട ജന്തുക്കളും ഈ വയോവൃദ്ധന്മാരും പട്ടാപ്പകൽ പറഞ്ഞാൽ ലിംഗം പൊങ്ങാത്ത ഈ വൃദ്ധന്മാർ 90 വയസ്സ്, പിന്നെ എവിടെ ലിംഗം പൊങ്ങാന? ഈ 90 വയസ്സ് ഇവർക്ക് ജനങ്ങളുടെ വികാരം അറിയാവോ? തലമുറയുടെ വികാരം അറിയാവോ? അല്ലെങ്കിൽ ആ ആയിരക്കണക്കിന് കുഞ്ഞു മക്കളെ കൊന്നിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ഈ നികൃഷ്ട ജീവിയിലോടോ ഇസ്രായേലിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്.
കാരണം പലസ്തീനെ പലസ്തീൻ ഇസ്രായേലിലേക്ക് ആക്രമിച്ച് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, ഇപ്പോൾ സംശയമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ശിക്ഷയൊക്കെ കൊടുക്കാം. ഒരു 8 ആളെ കൊല്ലാം, അല്ലെങ്കിൽ ഒരു 3 ആളെ കൊല്ലാം. ഇത് 10-25,000 കുഞ്ഞുമക്കൾ, 2 വയസ്സത്തെ കുഞ്ഞുമക്കൾ, 30-20,000 സ്ത്രീകൾ, പിന്നെ ആണുങ്ങൾ, രോഗികൾ, അങ്ങനെ 40,000-50,000 പേര് കൊന്നു. 1.5 ലക്ഷം പേര് പരിക്കുപറ്റി. ബാക്കിയുള്ളത് മണ്ടടി കിടക്കാണ്. എത്ര പേര് മണ്ടി കിടക്കുന്നത്? അത് കണ്ട് അതിൻ്റെ നിലവിളി കണ്ട് ആസ്വദിക്കുന്ന നികൃഷ്ട ജീവികളെ നിങ്ങൾ മനുഷ്യരെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നറിയോ? ഒരു സമാധാനത്തിന് വേണ്ടിയോ ഒരു ജീവൻ രക്ഷിക്കാനില്ല, ബോംബിട്ടെ നശിക്കട്ടെ എല്ലാം എന്നുള്ളതാണ്. എടോ, ഇനിയൊരു ആറ്റം ബോംബ് വീഴ്ത്താനുള്ള, അല്ലെങ്കിൽ അതിന് വീഴുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ളൊരു ഊർജോ ശക്തിയോ ഈ ഭൂമിക്ക് ഇല്ലെന്നേ. അതുമല്ലേ ഇപ്പം തന്നെ സ്പേസിൽ പോയി സാധനം പൊട്ടിത്തെറിച്ച് വേറൊരെണ്ണം പൊട്ടിത്തെറിക്കാൻ പോകുന്നു. ഒരെണ്ണം പോയിട്ട് വരാൻ പറ്റാത്ത ആ സ്ത്രീ അവിടെ കിടന്ന് കഷ്ടപ്പാടാണ്. എന്താണ് ധിക്കാരം കാണിക്കുന്നത്? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉരുണ്ടതല്ലാതെ ഇപ്പോൾ പറയുന്നുണ്ട്, പരന്നുമല്ല, എന്നാലും പരന്നൂര് വിചാരിക്കുക. അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് പലരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഈ കാണുന്ന തെമ്മാടത്തിനും കാണിക്കുന്നത്. അതായത് അറ്റം ബോംബ് ഇട്ടപ്പോൾ 40,000 അടി ഉയരത്തിൽ പോവുകയും 4,000 അടി ഉയരത്തിലാണ് അതിൻ്റെ പ്രകമ്പനം ഉണ്ടായത്. അതുപോലെ അതിനേക്കാൾ എത്ര ഭയാനകമായിരുന്നു ഇപ്പോൾ ശൂന്യാകാശം പോയി പൊട്ടിത്തെറിച്ച് അമേരിക്ക പരീക്ഷ നടത്തി ശൂന്യാകാശത്തിൽ ആദ്യമായിട്ട്. അത് അതിൻ്റെ ശല്യം കാരണം ഇനി ചെയ്യാൻ പാടില്ല എന്ന് ലോകം അംഗീകരിച്ചു. ശൂന്യാകാശത്ത് പോയി വിസ്ഫോടനം നടത്താൻ പാടില്ല, പരീക്ഷ നടത്താൻ പാടില്ല എന്ന്. ഇങ്ങനെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നികൃഷ്ട ജീവികൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ നിലനിർത്താനല്ലേ. ഇപ്പോൾ റഷ്യയിലെടുത്താലും അമേരിക്ക എടുത്താലും ഇസ്രായേൽ എടുത്താലും എല്ലാം 90 അടുത്ത് പ്രായതാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ തന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ ജീവൻ തീർന്ന് 60 കഴിഞ്ഞാൽ പിന്നെ വൃദ്ധനായി. ഇത് 90 ആകുമ്പോൾ ഇത്ര ഈ പടുവൃദ്ധന്മാരില്ലേ? എന്തുകൊണ്ട് പുതിയ തലമുറയെ ഭരണം ഏൽപ്പിച്ച് നിങ്ങൾ മാറുന്നില്ല? മാറാൻ പറ്റുമോ? പുട്ടിനെ മാറ്റാൻ അവിടെ റഷ്യൻ ജനങ്ങൾ വിചാരിച്ച് നടക്കുമോ? ഇതേ മാറ്റം അമേരിക്ക പറ്റുമോ? ഇസ്രായേൽ പറ്റുമോ? അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാടുപഴപ്പെടുന്നത്. അതായത് യുദ്ധം തീർത്തി എൻ്റെ അധികാരം നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നാളെ യുദ്ധം തീർത്താൻ തയ്യാറാണ്. പക്ഷെ അത് യുദ്ധം തീർത്താൽ അധികാരം പോകും. അതാണ്. ഇതെല്ലാം മനുഷ്യ നന്മയ്ക്കല്ല. അപ്പോൾ ഞാൻ പറയണ നാളെ ഒരു വിഷയം നമ്മൾ പറയുന്നുണ്ട്. ആ വിഷയം പറയുന്നത് ഹക്കും ബാത്തിൽ എന്ന് പറയും. അതൊരു അറബി വാക്കാണ്. ഹക്ക് വാത്തിൽ. ഹക്ക് അത് നല്ലത്, വാത്തിൽ ചീത്ത. അതിൻ്റെ കുറിച്ച് ഈ ചില പിന്നെ എന്താണ് പാൻ അമേരിക്കൻകാരിൽ നിന്നും പിന്നീട് സിയോണിസ്റ്റുകളിൽ നിന്നും സംഘപരിവാറിൽ നിന്നൊക്കെ ആനുകൂല്യം പറ്റുന്ന ചില മുസ്ലിം നാമധാരികളായ വൃത്തികെട്ട കൂട്ടരുണ്ട്. അത് ടീച്ചറുമുണ്ട്, സാറുമുണ്ട്, പിന്നെ നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. അവർക്കുള്ള ശക്തമായ ഒരു ഉത്തരമാണ് നാളെ 10, 40, 30 മിനിറ്റ് 20-25 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുന്നത്. ആ പറയുന്ന എതിർക്കാൻ അവരെ ഞാൻ നികൃഷ്ട ജീവിതം, ഈ നികൃഷ്ട ഒരു ടീച്ചർക്കും ഒരു സാറിനും അത് പറയാൻ പറ്റില്ല. പറ്റുമെങ്കിൽ എൻ്റെ മുമ്പിൽ ഒന്ന് അവർ പറയട്ടെ. അത് ഞാൻ വിശദമായിട്ട് പറയാം, നാളെ പറയാം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്. സെക്സും കടലും ആഴം പരിപ്പും നോക്കിയാൽ സെക്സ് തന്നെയാണ്, സെക്സോളജിയാണ്. അതില്ലെങ്കിൽ ലോകമില്ല. അതുകൊണ്ട് ബഹുമാന്യരെ, പറഞ്ഞ ഭാഷ അല്പം കടന്നു പോയി അറിയാം. കടത്തി പറയേണ്ടി വരുന്നു. മനസ്സാക്ഷി കുത്തുവരാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാനല്ലാതെ ഒരു ഉറുമ്പിനെ പോലും ജീവിക്കാൻ സംവിധാനം ഉണ്ടാക്കാനുള്ള ചിന്തയില്ലാത്ത ഈ നികൃഷ്ട ജീവികളെ നമ്മൾ എന്താണ് പറയുക? മനസ്സുകൊണ്ടിൽ നമ്മൾ ശപിക്കണ്ടേ? അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.